ദിവസവും വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് 73 പേർ. നിർത്താത്ത ഗൺഷോട്ടുകൾ. കൊലപാതകങ്ങൾ മാത്രമല്ല, കിഡ്നാപ്പിംഗ്, ലൈംഗിക അതിക്രമണം, പകൽക്കൊള്ള, പവർ കട്ട് റോബറി, ആയുധാക്രമണം, ആസൂത്രിതാക്രമണം. 23 മൃതദേഹങ്ങളായിരുന്നു ആ മാലിന്യ കൂമ്പാരത്തിൽ ഉണ്ടായിരുന്നത്. അതെ, ലോകസഞ്ചാരികളുടെ പേടി സ്വപ്നമായ ദക്ഷിണാഫ്രിക്കയിലേക്ക് സ്വാഗതം. ചേരിതിരിഞ്ഞ് ഗാങ്സ്റ്റേഴ്സും ഡ്രഗ് മാഫിയകളും അധിവസിക്കുന്ന നഗരപ്രദേശങ്ങൾ. സാമൂഹിക സാമ്പത്തിക അരക്ഷിതാവസ്ഥയും തൊഴിലില്ലായ്മയും അഴിമതിയുമെല്ലാം ആയുധധാരികളായ ജനതയ്ക്ക് കാരണമായി. തെളിവിനായി ഭൂമിയിലെ നരകമെന്ന് വിശേഷിക്കപ്പെടുന്ന ജോബർഗിലെ പോണ്ടി ടവറിലേക്ക് പോകാം. നഗരത്തിനുള്ളിലെ നഗരമെന്ന ആശയത്തിൽ 1975-ൽ അതിസമ്പന്നരായ വെള്ളക്കാർക്ക് വേണ്ടി ബീറ്റൻ ബ്രൂട്ട് ശൈലിയിൽ പണിതീർത്ത വൃത്താകാരമായുള്ള 54 നില ആഡംബര കെട്ടിടം. ചുരുക്കി പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ടോളസ്റ്റ് സിലിണ്ടറിക്കൽ റെസിഡൻഷ്യൽ ടവർ. അതായിരുന്നു ഉദ്ദേശമെങ്കിലും വംശീയ വേർതിരിവിന്റെയും വിവേചനത്തിന്റെയും അപ്പാർട്ടൈഡ് നിയമവ്യവസ്ഥ ഉണ്ടായിരുന്ന കാലം ഈ കാണുന്ന പടുകൂറ്റൻ കെട്ടിടം കറുത്തവർഗക്കാരായ ഗാങ്സ്റ്റേഴ്സ് ഹൈജാക്ക് ചെയ്തു. പിന്നീട് ഇവിടം ഡ്രഗ് ഡീലിംഗിന്റെയും വ്യഭിചാരത്തിന്റെയും കേന്ദ്രമായി പ്രവർത്തിച്ചു. പൊറുതിമുട്ടിയ വെള്ളക്കാർ കെട്ടിടമൊഴിഞ്ഞു പോയെങ്കിലും ഗാങ്സ്റ്റേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനായി എലിവേറ്റർ സൗകര്യവും വെള്ളവും ഇലക്ട്രിസിറ്റിയും പോലെയുള്ളവ നിലച്ചു. അങ്ങനെ 54 നില കെട്ടിടത്തിന്റെ ആദ്യ 14 നിലകളും മാലിന്യ കൂമ്പാരമായി. 2000ന്റെ തുടക്കത്തിൽ നഗര നവീകരണത്തിന്റെ ഭാഗമായി വൃത്തിയാക്കപ്പെട്ടപ്പോൾ 23 മൃതശരീരങ്ങളാണ് ആ മാലിന്യത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. നഗരാസൂത്രണത്തിന്റെ പേരിൽ കെട്ടിടം വൃത്തിയാക്കിയ റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പലതും താമസയോഗ്യമാക്കിയെങ്കിലും ഇവിടെ താമസിക്കുന്ന പലരും പലപ്പോഴായി ആത്മഹത്യ ചെയ്യുകയാണ്. അത്രയ്ക്ക് സൈക്കിക് വൈബ്രേഷൻ തരുന്ന ഈ കെട്ടിടം ഒട്ടേറെ ഹോളിവുഡ് സൈഫൈ സിനിമകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ലംബാകൃതിയിലുള്ള ഒരു മരണക്കിണറാണ് പോണ്ടേ ടവർ, അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്നൊരു നഗരച്ചേരി.